ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട CJP നടത്തുന്ന പാർലമെന്റ് മാർച്ച് ഇന്നാണ്. നിരോധനാജ്ഞയിലൂടെ സമരത്തെ നേരിടാനാണ് ഡൽഹി പോലീസിന്റെ നീക്കം. വിഷയമെന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. പോലീസ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലും പ്രതിഷേധം ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനം. തൗഫീഖ് അസ്ലം തുടരുന്നുണ്ട്. തൗഫീഖ്, എന്തായാലും ഇന്നിപ്പോൾ പാർലമെന്റ് മാർച്ച് നടത്താൻ CJP ഒരുങ്ങുന്നു. പക്ഷേ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പോലീസ് ബന്ദോബസ്തിനെയൊക്കെ നേരിട്ട് കൊണ്ടുവേണം ഈ ഒരു മാർച്ച് പാർലമെന്റിലേക്ക് എത്താൻ. പാർലമെന്റ് കവാടത്തിലേക്ക് ഒന്നും എത്തുമോ എന്നുള്ളത് പോലും അറിയില്ല. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഈ ഒരു വിഷയമടക്കം പാർലമെന്റിൽ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതിലടക്കം എന്തെങ്കിലും തരത്തിൽ ഒരു മറുപടി ഭരണപക്ഷത്തിൽ നിന്നുണ്ടാകുമെന്നുള്ളത് കൂടിയാണ് കണ്ടറിയേണ്ടത്. ജൽസി, കനത്ത പ്രതിഷേധമായിരിക്കും ഇന്ന് ഡൽഹി ജന്തർ മന്ദറിൽ നിന്നും ഉയരുക. 9 മണിക്കാണ് പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. ജന്തർ മന്ദർ ഇതിനോടകം തന്നെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പതിവിലും വലിയ സുരക്ഷയാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. 25 ബറ്റാലിയനെ ഇതിനോടകം തന്നെ ജന്തർ മന്ദറിൽ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രസേനയെ കൂടി ഈ ജന്തർ മന്ദറിന് പുറത്തും അകത്തുമൊക്കെയായിട്ട് ഡൽഹി പോലീസ് വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജന്തർ മന്ദർ പൂർണ്ണമായും പോലീസിന്റെ അധീനതയിലാണ് ഉള്ളത്. ജന്തർ മന്ദറിൽ നിന്നും പാർലമെന്റിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജന്തർ മന്ദറിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു കാരണവശാലും സാധിക്കില്ല. വലിയ ബാരിക്കേഡുകൾ നിരത്തി വലിയ സുരക്ഷ ഈ ജന്തർ മന്ദറിന് പരിസരത്തും ഒപ്പം ഈ പാർലമെന്റിലേക്കുള്ള വഴികളുമെല്ലാം പോലീസ് അടച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ആളുകളെ പുറത്തേക്കോ അകത്തേക്കോ കടത്തിവിടേണ്ട എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ഡൽഹി പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ നിരവധി വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം ജന്തർ മന്ദറിൽ തന്നെയാണ് അവർ ഉറങ്ങിയത്. കാരണം ഇന്ന് രാവിലെ വരികയാണെങ്കിൽ ജന്തർ മന്ദറിലേക്ക് കയറാൻ പോലീസ് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ നിരവധി ആളുകൾ അവിടെ എത്തിയിരുന്നു. പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയും ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധം എന്തായാലും 9 മണിക്ക് തന്നെ ആരംഭിക്കും. ആ പ്രതിഷേധത്തെ ഡൽഹി പോലീസ് നേരിടുകയും ചെയ്യും. അനുമതി നൽകിയിട്ടില്ല എന്ന് പോലീസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അനുമതി തേടിക്കൊണ്ട് ഒരു കത്ത് പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ നേരത്തെ തന്നെ ഈ മാർച്ചിന്റെ കാര്യം പോലീസിനെ അറിയിച്ചതായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോനം വാങ്ചുക്കിനെ കഴിഞ്ഞ ദിവസം ബലം പ്രയോഗിച്ച് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഈ പാർലമെന്റ് മാർച്ച് കൂടി CJPയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകുന്നത്. അഭിജിത്ത് ദിഗ്ബെ തന്നെയായിരിക്കും ഈ മാർച്ച് നയിക്കുക. നിലവിൽ അഭിജിത്തും അതോടൊപ്പം തന്നെ ഒപ്പമുള്ള ആളുകളും നിരാഹാര സമരത്തിലാണ് ഉള്ളത്. 8 മണിക്ക് ശേഷം ICയുടെ വിദ്യാർത്ഥികൾ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് ICയുടെ പ്രവർത്തകരും പോകുന്നത്.